അതും നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്ന പോലെ സെന്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ ചെയ്യുകയാണ്. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ സെന്റ് ജോസഫ്സിന്റെ ചില സംഗതികളൊക്കെ നമ്മളിങ്ങനെ പല ഇതും പറഞ്ഞു. പിന്നെ മധുസൂദനൻ ഇൻവോൾവ് ആയിട്ടുള്ള ചില ഇൻസിഡൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇന്നും മധുസൂദനൻ തന്റെ സെന്റ് ജോസഫ്സ് ജീവിതം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. സെന്റ് ജോസഫ് സ്കൂളിന്റെ ഒരു പറയും. ഓഫ്കോഴ്സ് ഞാൻ വിടൂലല്ലോ, ഞാനും പറയല്ലോ. നിങ്ങളല്ലേ സ്റ്റാർ. അപ്പൊ സെന്റ് ജോസഫ്സിന്റെ എനിക്ക് അന്ന് ഇന്നലെ മധുസൂദനൻ സെന്റ് ജോസഫ്സ് ഫുട്ബോൾ ടീമിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കേണ്ടായി. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, സെന്റ് ജോസഫ്സ് ഫുട്ബോൾ ടീമിന്റെ ജേഴ്സിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കൽക്കത്തയിലെ മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെ ആ കാലത്തെ ജേഴ്സിയുടെ ഓൾമോസ്റ്റ് കോപ്പി ആയിരുന്നു, സെയിം ആയിരുന്നു. നമുക്കപ്പോ അതുകൊണ്ട് കോഴിക്കോട് അല്ലെങ്കിൽ തന്നെ മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് ഭയങ്കര സപ്പോർട്ടുള്ള സ്ഥലമായിരുന്നു. സ്റ്റേഡിയത്തില് നാഗിജി ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ അപ്പോൾ സെന്റ് ജോസഫ്സിന്റെ ജേഴ്സി കാണുമ്പോൾ അവിടെയും നമുക്കൊരു സെന്റ് ജോസഫ്സ് പ്രതീതി തോന്നുമായിരുന്നു. അത് എങ്ങനെയാണെന്ന് അറിയില്ല. മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെ ജേഴ്സി കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ടൈലർ തുന്നിയതാണോ? കാരണം അന്ന് അങ്ങനെ ഡിസൈനർ എന്ന് പറയുന്ന ആൾക്കാരൊന്നും അന്നും ഉണ്ടായിട്ടില്ല, അന്ന് ഇല്ല എന്ന് തോന്നുന്നു. വല്ല സിനിമയിലായിട്ട് ഉണ്ടാവും. എന്തായാലും അതൊരു രസമായിരുന്നു. അത് ഇട്ടിട്ട് അത് പറയും. സ്റ്റാർ മറ്റേ റിക്കി ബ്രൗൺ അല്ലേ? അതെ, പിന്നെ റിക്കി ബ്രൗൺ വളരെ അവിടുന്ന് പഠിച്ചിറങ്ങി. പിന്നെ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പ്രീ കഴിഞ്ഞപ്പോഴേക്കും റിക്കി ബ്രൗണിനെ സ്റ്റേറ്റ് ബാങ്ക് പൊക്കിക്കൊണ്ടുപോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെന്നൈ. പിന്നെ അവിടെ കളിച്ചു. ഇപ്പൊ റിക്കി ബ്രൗൺ ഞാൻ കേട്ടത് ഓസ്ട്രേലിയയിലാണെന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. ഫേസ്ബുക്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആരോ കൂടെ ഒക്കെ കാണാം. ഞാൻ ഒന്ന് കോണ്ടാക്ട് നോക്കി, പക്ഷെ സാധിച്ചില്ല. റിക്കി ബ്രൗൺ ഒരു സ്റ്റാർ ആയിരുന്നു, ശരിക്കും സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്നത്തെ സ്കൂളിലെ. പിന്നെ ഏതൊക്കെ ടൂർണമെന്റിനൊക്കെ പോയി റിക്കി ഭയങ്കര ഒരു ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആരാധകരുമായിരുന്നു റിക്കിക്ക്. പിന്നെ അതെ, ഭയങ്കര കളി. പിന്നെ ആ കളിക്ക് ഒരു ചാം ഉണ്ടായിരുന്നു, നല്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് എത്രയോ കളിക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ആരും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പേര് അബ്ദുള്ള ഖാദ്രി. അക്ബർ സിദ്ദിഖ് സെന്റ് ജോസഫ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അത്ര ഓർമ്മയില്ല. ഉണ്ടായിരുന്നു അല്ലേ? മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അക്ബർ സിദ്ദിഖിന് എനിക്ക് ഓർമ്മയുണ്ട്. ശരി, സെന്റ് ജോസഫ് പ്രോഡക്റ്റ് അല്ലേ? ശരി, ഓക്കെ. പിന്നെ ഒരു അബ്ദുള്ള ഖാദ്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ ഖത്തറിലാണ്. ഖത്തറിൽ ഇപ്പോഴും ജോലിയിലാണ് അവിടെ. മൂപ്പരും ഈ പറഞ്ഞ മാതിരി ഒരു പ്ലെയർ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയാൻ മറന്നുപോയ, വിട്ടുപോകാൻ പറ്റാത്ത ഒരു പേര് മനോജ് എന്ന മനു. പിന്നീട് മനു ഇന്ത്യൻ റെയിൽവേസിൽ TT ആയിട്ട് പിന്നീട് ജോയിൻ ചെയ്തു, കളിയൊക്കെ നിർത്തിയ ശേഷം. സദേൺ റെയിൽ മനു, അതന്നെ, ആരും മറക്കില്ല. മനു അന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഏതോ ഒരു ജൂനിയർ ഇന്ത്യ, എന്താ സബ് ജൂനിയർ ഇന്ത്യ, അങ്ങനെ എന്തോ ഒരു ഇതിന് കളിക്കാൻ കൂടി ഒരു അവസരം കിട്ടി മനുവിന്. മനു പിന്നെ RV സതീഷ് അല്ലേ? RV സതീഷ്. വേറെ സതീഷ്. ശരിയാ, എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. മറ്റേ വെളിപ്പേരാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. സതീഷ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗോപിനാഥ് ഉണ്ടായിരുന്നില്ലേ? ഒരു ദിവസം പിന്നെ ഒരു ഗോപിനാഥിന് ഓർമ്മയുണ്ടോ? ജോസഫ് റോഡിൽ താമസിച്ചിരുന്ന ഗോപി എന്നാണ് വിളിക്കുക. ഗോപിനാഥ് ഉണ്ടായിരുന്നു. ചോപ്പ് സൈക്കിളിന്റെ മേലെ. പിന്നെ അതുപോലെ നമ്മളെ ബാസ്കറ്റ്ബോളിൽ എബി ജോസഫ് ഒരു താരമായിരുന്നു. എബിയുടെ ബ്രദർ ടോണി, അങ്ങനെ കുറെ ആൾക്കാർ ബാസ്കറ്റ്ബോൾ ഫുട്ബോളേഴ്സ് പലരും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഓർമ്മ കിട്ടുന്നില്ല. അവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറയാത്തതിലും അവർ ഓർമ്മിക്കാത്തതിലും ആദ്യമേ ക്ഷമ ചോദിച്ചുകൊള്ളട്ടെ. പിന്നെ അതുപോലെ നമ്മളോട് പറയൂ വയസ്സന്മാരായല്ലോ, മറവിക്കൊക്കെ സമയമായല്ലോ.
അതുണ്ട് അതുണ്ട്. റിട്ടയർമെന്റ് അതെ ആയി അതെ അതെ പറഞ്ഞിട്ട് അതെ. കാര്യമില്ല. ലേശമൊക്കെ അങ്ങനെ റിട്ടയർഡ് ഫോക്സ് ആണ്. retired ആയി. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് നല്ല പാട്ടുകാരുണ്ടായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഓർമ്മ വരുന്ന ഒരു പേര് ടോണി ഗോൾഡൻ. ആ, നന്നായിട്ട് പാടുമായിരുന്നു. ആ. പുള്ളി നമ്മുടെ ഇപ്പോഴും അവിടുത്തെ പിന്നെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോണി ഫേസ്ബുക്കിൽ ആ സ്ഥിരമായിട്ട് അടിപൊളി പാട്ടുകൾ ഇപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് അതെ 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 ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സജീവ സാന്നിധ്യമാണ്. ഞാനും അപ്പൊ പുള്ളിയും കൂടി ടോണി പുള്ളിക്ക് ആ പണ്ട് മിമിക്രി ഭയങ്കര അവതരിപ്പിക്കുകയായിരുന്നു അല്ലെ? ചുരുള മുടിയായിരുന്നു. ഇങ്ങനെ ഭയങ്കര ആ ചുരുള. അതെ അപ്പൊ നമ്മളെ അതെ. ഈ ബ്രൂസ്ലി ബ്രൂസ്ലി എന്റെ ഡ്രാഗൺ എന്താ അങ്ങനെ തോന്നുന്ന ആ സിനിമ. അപ്പൊ ക്രൗണിൽ അതെ. അപ്പൊ ക്രൗണിൽ വലിയ ക്യൂവാ എന്ന് പറഞ്ഞാൽ ഈ ഉം, ക്യൂ ഉം, ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടൂല. അപ്പൊ ടോണി ഉം, പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യാ, മുന്നിൽ പോയിട്ട് അങ്ങോട്ട് ഉം, തിക്കിയിട്ട് അങ്ങോട്ട് നിൽക്കാന്ന്. അപ്പൊ ഇവ ഇത് മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അതിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ജിം കിലി എന്താ ഉം. അതെ അതെ പേര്. അതെ 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 അപ്പൊ അതെ ചുരുളം പൊടിക്കാരൻ. മൂപ്പര് വന്നിട്ട് കംപ്ലീറ്റ് ഫ്രണ്ടിൽ അങ്ങോട്ട് ഒരൊറ്റ നിക്കല്, ഞാനും വരും കൂടി നിന്ന് ആൾക്കാര് ഉം, ഉം. പൂക്കുവിളിയൊക്കെ ആക്കിയപ്പോ തിരിച്ചിങ്ങനെ നിന്നിട്ട് ജിംകിലിയുടെ സ്റ്റൈലില് 2 ഡയലോഗ് അടിച്ചാൽ ആൾക്കാർ ആരും ഒന്നും മിണ്ടില്ല. എല്ലാരും മിണ്ടാതെ നിന്ന് ഞങ്ങൾ സുഖമായിട്ട് കേറിയിട്ടു. അപ്പൊ ഒന്നും മിണ്ടണ്ട, കോഴിക്കോട്ടെ പുതിയ കരാട്ടക്കാര്. ചിരിക്കും വേണ്ട. ഇവങ്ങനെ മറ്റേ ഉം, വിരലൊക്കെ ഇങ്ങനെ ഉം, ആക്കിയിട്ട് 2 ഡയലോഗ് ഉണ്ട്. ഉം, എന്തോ ഉം. ഇംഗ്ലീഷ് എന്ത് പറഞ്ഞത് ഒന്നും ഓർമ്മയില്ല. എന്തോ അടിച്ചങ്ങോട്ട് പൊളിച്ച് ഞങ്ങൾ നേരെ ക്യൂവിലെ കൂടെ മുന്നിൽ ആ ക്രൗണ്ട് ഉം. ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടല്ലോ കേറി പോകുന്ന, നേരെ അതെ കയറി പോയി സിനിമ ഉണ്ടാക്കിയത് അങ്ങനെ. അതെ അതെ അങ്ങനെ മൂപ്പര ജിംകിലി എന്ന ക്യാരക്ടറായിട്ട് ഒരു ദിവസം അഭിനയിച്ചിരുന്നു. ഒരു അഭിനയിച്ച അവിടെ. അഭിനയം ഇതാവും ചെയ്ത് ഏത് ആ പലപ്പോഴും ഇതാവും ചെയ്ത്. നല്ല ഉം, രസമായിരുന്നു. ഉം. ഈ ആ ഇടയ്ക്ക് ഞങ്ങൾ എപ്പോഴും സംസാരിച്ചപ്പോ അതൊക്കെ പറയും ചെയ്തിരുന്നു. പഴയ ആ ഓർമ്മ ആ ചെയ്തിരുന്നു. ഉം. അത് പുള്ളി ശരി. പുള്ളി നല്ല തമാശയായിരുന്നല്ലോ. ഉം, ഉം. മധു എന്തോ ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ടേ. ഉണ്ടോ? എന്താ കാരണം? ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പൊ കറക്റ്റ് ആണ്. ആ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴാണോ സംശയമുണ്ട്. ചെറിയ ചിലപ്പോ അങ്ങനെ ഞാൻ കുറച്ച് ആക്ഷൻ ഇപ്പൊ നല്ല ക്ലിയർ ആണ്. പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ വേറൊന്ന് ഞാൻ ആലോചിച്ചതേ, അന്ന് ഈ നമ്മൾ ഓഗസ്റ്റ് 15 ഈ പോർ ഫീഡിങ്ങിന്റെ ദിവസം ഈ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ ഇതുണ്ടല്ലോ, എല്ലാം സംഭരിക്കുന്ന ഒരു പരിപാടി. അതെ. അതായത് കുറെ കുട്ടികൾ അവര് അവിടുത്തെ വലിയ കച്ചവടക്കാരെ മക്കളൊക്കെ മറ്റേ പൈസ കൂടാതെ അവര് കുറെ സാധനങ്ങൾ കൊണ്ടുവരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മറ്റേ PK ഫൈസൽ അവന്റെ വീട്ടിൽ നിന്ന് ഒരു മറ്റേ ഇതില് അരിയുടെ ചാക്ക്, വലിയ ചാക്ക് അത് കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുമാതിരി വേറെ ചിലര് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങള്, വേറെ ചിലര് വേറെ പരിപ്പും കാര്യങ്ങളും, അങ്ങനെ അതും എനിക്കൊരു കാഴ്ചയായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഇതിനു വേണ്ടി എല്ലാവരും ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു സംഭവം വലിയൊരു പ്രോഗ്രാം വരുന്നല്ലോ, ചില്ലറ അതെ, ആൾക്കൊന്നല്ലല്ലോ. വലിയൊരു പ്രോഗ്രാം. വലിയൊരു 2,000 ആൾക്കൊപ്പം മേലെ ഭക്ഷണം കൊടുക്കാറുണ്ടെന്നാ തോന്നുന്നത് അല്ലെ? ശരി. ഇപ്പൊ അത് തുടരുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ അതുണ്ടോന്ന് അറിയില്ല. അതൊന്നും ഉണ്ടാവില്ല. കാരണം സ്കൂളിന്റെ അകത്ത്, ഹാളിന്റെ അകത്ത്, മെയിൻ ഹാളിന്റെ അകത്ത് കൊണ്ട് അവിടുന്ന് അത്രയും ഗംഭീരമായ ഒരു പരിപാടിയൊന്നും നടത്തുന്നില്ല. മാത്രല്ല അതിനുവേണ്ടി ആദ്യം എല്ലാം ഡെസ്കും ബെഞ്ചും എല്ലാം എടുത്ത് പുറത്തിടണം. പിന്നെ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് നല്ല വളരെ മാന്യമായിട്ടാണ് അവർക്ക് ആ ഭക്ഷണം കൊടുത്തിരുന്നത്. ഭക്ഷണമൊക്കെ അതായത് അവരിങ്ങനെ ഒരു ഇതാണെന്ന് ഒരു വളരെ പാവങ്ങൾ വന്നിട്ട് കഴിക്കാന്ന് ഒരിക്കലും തോന്നില്ല. അവരെ വളരെ ഫാദർ ആന്ത്രപ്പേർ തന്നെ നിന്നിട്ട് അവരെ ഉള്ളോട്ട് സ്വാഗതം ചെയ്ത് ടോക്കൺ അന്ന് തരുമായിരുന്നു. ടോക്കൺ നമ്മള് ഇവിടെ കൊണ്ടുപോയിട്ടേ പിന്നെ വലിയ ഭാഗത്തു കൂടെയൊക്കെ നടന്നിട്ട് പിന്നെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളിത് സപ്ലൈ കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അതായിട്ട് പിന്നെ അവര് ആയില്ല മുന്തി തള്ളി ഉള്ളിലേക്ക് കയറുന്ന ഭയങ്കര ഒരു പരിപാടിയാണത്. ഞാൻ എല്ലാ ആ ഒരു സംഗതിയില് വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടാവാം. വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടാവാം. പോപ്പ മാഷും അതിൽ ഉഷാറാട്ടോ ആ സംഗതിയിൽ. പിന്നെ പോപ്പ് മാഷ് പിന്നെ അതുമാതിരി നമ്മുടെ NCC മാഷ് ജോസ് സാർ, അദ്ദേഹം അതിലുണ്ടായിരുന്നു. TP ആന്റണി മാഷ് അതിന്റെ ഒരു സർവ്വസാന്നിധ്യല്ലേ, അതിന്റെ അകപ്പാട്. കാരണം കുറെ സ്പോർട്സുകാർ, കുറെ ആൾക്കാർ അതിൽ ഹെൽപ്പ് ചെയ്യും കാര്യമായിട്ട്, വളരെ ഉഷാറായിട്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് എല്ലാം ഉഷാറാക്കുന്നത് TP ആന്റണി മാഷായിരുന്നു. പിന്നെ നമ്മുടെ വർഗീസ് മാഷ്, അങ്ങനെയുള്ള കുറെ സാറന്മാരെല്ലാവരും അതിൽ ഇൻവോൾവ് ആയിരുന്നു. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ അടുത്ത് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും വേറൊരു ലോകം ഉണ്ട് എന്ന് അറിയുന്നത്. ശരിക്കും ഒരുപക്ഷെ നമുക്കത് അന്ന് അത്ര ഒരു ഇത് കണ്ടിട്ടുണ്ടാവില്ല നേരെ ഒരു ഇതില്. അന്ന് നമ്മള് ചൊറ കളിക്കുന്ന വേറൊരു മൈൻഡാണല്ലോ.
അതെ. അതൊക്കെ മനസ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ എക്സ്കർഷൻ പോവാന്നുള്ളത് വലിയൊരു സംഭവമായിരുന്നു. എല്ലാവർക്കും പോകാൻ പറ്റും, എനിക്കൊന്നും ഒരിക്കലും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ പോയിട്ട് ഇങ്ങനെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും, പിന്നെ അതുമാതിരി ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ക്ലാസ് ഒക്കെ ഉള്ളപ്പോ മറ്റേ മാസ്റ്റർമാരുടെ ഇനിഷ്യേറ്റീവിൽ ബോംബെക്ക് ഒരു യാത്ര. കുട്ടികളൊക്കെ വളരെ കുറച്ച് കുട്ടികളെ പോയുള്ളൂ. പക്ഷെ അത് മറ്റേ അന്നൊക്കെ ബോംബെക്ക് സ്റ്റുഡൻസിനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞാല് ഒരു സാഹസം തന്നെയാണ്. കാരണം 3 ദിവസത്തെ ഏകദേശം 3 ദിവസം ട്രെയിനിൽ ഇരുന്ന് ഏതൊക്കെയോ സംസ്ഥാനങ്ങൾ താണ്ടി അവിടെ ഒരു വഴിക്കായിട്ട് എത്തി. പിന്നെ എന്താ വെച്ചാല് ഈ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഈ ലോയോള നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ വെക്കേഷനിൽ ഹോസ്റ്റലും അങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് ബാംഗ്ലൂർ സെന്റ് അങ്ങനെ താമസിച്ചിരുന്നു ഞങ്ങള്. പണ്ട് CP ജോർജ് മാഷ് കൊണ്ടുവന്നിട്ട് ഞങ്ങളങ്ങനെ പിന്നെ അതും ഒരു വലിയ സംഭവമാണ്. കാരണം ഈ പോയി വന്ന ആൾക്കാർ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ഗമയിലൊക്കെ ആയിരിക്കും. ഭയങ്കര കഥകളും പിന്നെ ഭയങ്കര പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് പറയും. യാത്രകളെ പറ്റി ചിന്തിക്കുമ്പോ വലിയൊരു അനുഭവം ഉണ്ടായി. വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ഈ പോപ്പ മാഷ് ഒരു ചെറിയൊരു യാത്ര നമ്മളെ വയനാട് വഴി ഒരു ട്രക്കിംഗ് മാതിരി നമ്മളെ കുറച്ച് ആൾക്കാരെ, അത് ക്ലാസ്സിലുള്ള എല്ലാവരും പങ്കെടുത്തിരുന്നില്ല, വളരെ ചില്ലറ ആൾക്കാർ, ഒരു 10-15 ആൾക്കാർ മാത്രമേ പങ്കെടുത്തിരുന്നു. അങ്ങനെ അത് ഞാനും പോയിരുന്നു. ഞങ്ങൾ ചെറിയൊരു സ്നാക്സ് ഒക്കെ എടുത്ത് അങ്ങനെ രാവിലെ പോവുക, വയനാട് മുകളിൽ ചുരത്തിന്റെ 9th പിന്നിൽ പോയിട്ട് ബസ് ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് ലക്കിടി വരെ നടന്നു വരിക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അടിവാരം വരെ വന്ന് അടിവാരത്ത് ബസ് കയറി തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഒരു ദിവസം പോയിരുന്നു. അതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾക്ക് അത് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എല്ലാവരും സ്കൂളിലെത്തി. നമ്മൾ KSRTC അന്ന് KSRTC ബസ്സല്ലേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ, വേറെ വയനാട് വേറെ ബസ് ഇല്ലല്ലോ. അപ്പം ആ ബസ്സിൽ അങ്ങനെ ആ ഒരു ബസ് സ്റ്റേറ്റ് ബാങ്കിൽ KSRTC ബസ്സിൽ കയറുന്നു. ഞങ്ങൾ പോയി അവിടെ ഇറങ്ങുന്നു. അങ്ങനെ ഞങ്ങള് നടന്ന് പിന്നൊക്കെ ഇങ്ങനെ നടന്ന് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇത് ആരംഭിച്ചു. അപ്പൊ എല്ലാരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് വലിയൊരു അപകടം അവിടെ വെച്ച് സംഭവിച്ചത്. അത് സ്കൂൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. കാരണം അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്ന്, അപ്പൊ ഈ ഇലക്ട്രിക് നമ്മളെ ഹൈ ടെൻഷൻ ഇലക്ട്രിക് വയറുകൾ പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഈ കർണാടക വലിയ ടവർ, വലിയ ഇത് കണ്ടില്ലേ, അങ്ങനത്തെ വലിയ ടവർ വരുന്ന വഴിയുണ്ട്. അത് സാധാരണ KSEBയുടെ ആൾക്കാർ മാത്രമാണ് ആ വഴിയിലൂടെ നടക്കാനും പോകാറും. അതിന്റെ ചില പിന്നെ റിപ്പയറുകൾക്ക് എന്തിനോ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചതെന്തോ ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് വെറുതെ ഇത് കണ്ടപ്പോ ഇതിലൂടെ ഒന്ന് വേണ്ടാത്ത ബുദ്ധിയാണല്ലോ തോന്നുക, ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പം പോപ്പ മാഷ് സമ്മതിക്കുകയും ചെയ്തു. ഒരു സംഗതികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആ, ഒരു കാര്യം തീരുമാനിച്ചാൽ അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പൊ അതെന്തോ ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞങ്ങള് ഈ വഴിയിലൂടെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോ, ഈ വഴി എന്ന് പറയുമ്പോൾ ഇത് റോഡല്ല, അതായത് ഈ ഇതിന്റെ ബെൻഡ് ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ചില ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആ വളവൊക്കെ വരുന്നതിന്റെ ഹൈറ്റ് ഉണ്ടാവില്ല, അതിലൂടെ ഹൈ ടെൻഷൻ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നതോ ഇനി മുകളിലേക്ക് കറണ്ട് വരുന്നതോ അതറിയില്ല നമുക്ക്. എന്തായാലും സാധനം ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു വയറ് പോകുന്നു. പിന്നെ സബ്സ്റ്റേഷനിലേക്ക് പോകുന്നതോ സബ്സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വരുന്നതോ സംതിങ് ആണ്. അപ്പം അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന്റെ ഇടയിലാണ് നമ്മളെ കൂട്ടത്തിൽ ഒരാള് ഈ ഒരു പിന്നിന്ന് തെറിച്ചിട്ട് നെക്സ്റ്റ് പിന്നിലേക്ക് പോവുകയാണ്. അതിന്റെ മേലെന്ന് വഴുതി സ്ലിപ്പായി പോയി, കാല് സ്ലിപ്പായി പോയി. ഞങ്ങൾ 2-3 ആള് മഴ പെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ ചാറലുണ്ടായിരുന്നു. ചാറൽ മഴ വയനാട്ടിൽ ചതിയനാണ്, വയനാട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതൊരു ബുദ്ധി. വാഹനം ഓടിക്കുന്നവർ പോലും ആ സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇത് പെട്ടെന്ന് ഇത് സ്ലിപ്പായി അങ്ങ് തെറിച്ചു പോയി. ഈ തെറിച്ചതിന് ഞാനും വീണു,
പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന രത്നദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം നമ്മളൊക്കെ അറിയുന്ന രത്നദാസിന് ഓർമ്മയുണ്ടല്ലോ. രത്നദാസും വീണ് ഞാൻ അങ്ങനെ ഞങ്ങൾ 3-4 ആള് വീണു. പക്ഷെ നമ്മളൊക്കെ പിടുത്തം കിട്ടിയിട്ട് രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾക്കൊന്നും തെറിച്ച് വീണും ചെയ്തില്ല. പക്ഷെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ദിനേശ് എന്ന് പറയുന്ന ഒരു പയ്യെ അടിച്ച അടുത്ത ഇതില് റോഡിന്റെ മേലെ ഇങ്ങനെ ടപ്പ് എന്ന സൗണ്ടിൽ ഇങ്ങനെ അടിച്ചു വീഴുകയാണ്. ആ തല അടിച്ചു വീഴുകയാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓടി താഴെ. ഏകദേശം എത്ര അടിയാണിത്? ഏകദേശം എത്ര അടി താഴ്ചയാണിത് ഈ വീഴുന്ന സ്ഥലവും? ഇതൊക്കെ വലിയ ഒരു ഹൈറ്റ് തന്നെയാണ്. നല്ല ഹൈറ്റ് തന്നെയാണ്. ഇങ്ങനെ ഇറങ്ങി വരില്ലേ, അതിന് വലിയ ഹൈറ്റ് തന്നെയാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ എന്റെ ഒരു ചെറിയ ഓർമ്മകളിൽ നിന്ന് വരുന്ന സാധനം. ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് മറന്നുപോലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ദിനേശിന്റെ ഒക്കെ പറയുമ്പോ ആ മുഖം വരെ ഇപ്പോഴും ഓർമ്മ വരുന്ന മനസ്സിന്റെ അകത്ത്. അങ്ങനെ ഇയാള് തെറിച്ചിട്ട് ഇങ്ങനെ വീഴുക. ആ തെറിച്ച് വീണടുത്തുനിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടി താഴത്തെത്തി. താഴത്തെത്തി നോക്കുന്ന സമയത്ത് വെച്ചാൽ ഇങ്ങനെ ബ്ലഡൊക്കെ ഇങ്ങനെ ചീറ്റിട്ട് കിടക്കുകയാണ്. തലേന്റെ അകത്ത് ബ്ലഡ് ഇങ്ങനെ വരിക. ബോധം ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെയോ എടുത്ത് പൊന്തിക്കുക ചെയ്ത. അപ്പൊ ഞാനും രത്നാസും കൂടി ഓടിയിട്ട് ഒരു KSRTC ബസ് വരുന്നുണ്ട്. ആ ബസ് ചാടി നിർത്തി. അപ്പൊ നല്ലൊരു ട്രെയിൻ. ഇന്നൊക്കെ ആണെങ്കിൽ അത് വലിയ സംഭവമൊക്കെ ആയി പോവായിരുന്നു. കാരണം വൈറലൊക്കെ ആയി. ഇന്ന് അത് ഇങ്ങനത്തെ ഈ മൊബൈലൊന്നും ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ. അപ്പൊ ഒന്നും ഇല്ലല്ലോ അങ്ങനത്തെ. ഏതെങ്കിലും പത്രത്തിൽ വന്നാലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിനൊന്നും അന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനൊക്കെ അംഗീകരിക്കപ്പെടേണ്ട ഒരു വലിയ ഒരു തന്നെയാണ്. അയാളെ സല്യൂട്ട് ചെയ്യേണ്ട വേണം. അയാൾ നിർത്തി. അവര് മുകളിലേക്ക് പോവുകയാണ്. ഊട്ടി എങ്ങോട്ടോ പോകുന്ന ബസ്സാണ്. ആ ബസ് നിർത്തി തന്നിട്ട് പിന്നെ അതിൽ കയറ്റിട്ട് അടുത്ത ആശുപത്രി, അത് വൈത്തിരി അവിടെ എവിടെയോ ആണ് ആശുപത്രി, ഓർമ്മയില്ല. ഒരു മനസ്സിലാത്തൊരു ചെറിയൊരു നിഴല് മാത്രം ഓർമ്മ ഉള്ളൂ. അതൊക്കെ നമ്മളെ പ്രായം അതാണല്ലോ. 8-9 പഠിക്കുമ്പോഴാണ്, 9ാം ക്ലാസ് പഠിക്കുമ്പോ. ആ ബസ് അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അന്ന് കുടുംബാസൂത്രണത്തിന്റെ ഒരു മഞ്ഞ ബോർഡ് ഉണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ആ ആശുപത്രിയുടെ കവാടത്തിൽ. ഇയാള് ബസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കയറ്റിയിട്ട് ബോർഡൊക്കെ തെറിപ്പിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് അടിച്ച് കയറ്റി പിന്നെ ഹോസ്പിറ്റലിനുള്ളിൽ എത്തിച്ച്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവര് പറഞ്ഞു പിന്നെ അപ്പോഴത്തെ നമ്മളെ പോപ്പൻ മാഷ എന്ന് വെച്ചാല് അദ്ദേഹം ബോധം കെട്ടി വീണു. അദ്ദേഹം വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതായി. അദ്ദേഹത്തിനെയും നോക്കണോ, ബാക്കി കൂടെ ഉള്ള ആൾക്കാരൊന്നും എന്റെ രക്തദാസിന്റെ ഒന്നും മാതിരി ഇല്ല. ആ ഒരു പിന്നെ ഇല്ല, പിന്നെ എന്താ പറയുക, കൊണ്ടുപോകാനില്ല ആ ഒരു കഴിവൊന്നും. ഒരുവിധം എല്ലാരും പകരം സൈലന്റ് ആയി. അങ്ങനെ അവരൊക്കെ എല്ലാരും ബസ്സിൽ കയറ്റി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അവര് പറഞ്ഞു ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു തരാം, നിങ്ങൾ ഉടനടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അപ്പൊ ഈ ബസ്സുകാരെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വാഹനം എത്തിയാൽ ബസ്സിൽ പോകാൻ പറ്റില്ലല്ലോ, ഞങ്ങള് ഇവിടുന്ന് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ ഞങ്ങള് പരക്കം പയ്യാണ്, എല്ലാ ഭാഗത്തേക്ക് ഓടുകയാണ് എന്തെങ്കിലും ഒരു വാഹനത്തിന് വേണ്ടിയിട്ട്. അവിടെ വെച്ചാല് കുറവല്ലേ, ഇവിടെ കാണാൻ വരെ കിട്ടൂല. അപ്പൊ ഏതൊക്കെയോ കുഗ്രാമത്തിന്റെ അകത്തേക്കൊക്കെ ഓടുകയാണ്. ഞങ്ങൾ കരഞ്ഞു ഓടുകയാണ് ശരിക്കും വാഹനം കിട്ടാൻ വേണ്ടിട്ട്. അവസാനം ഒരു വച്ചിയും മഞ്ഞായിട്ട് ഒരു തമിഴ്നാടിന്റെ മറ്റോ ഒരു ഊട്ടിന്ന് കോഴിക്കോടേക്ക് വരുന്ന ബസ്, ഒരു തമിഴ്നാട് ബസ്സാണ് ഇങ്ങനെ വരുന്നത്. കൈ കാട്ടിട്ട് നമ്മളിങ്ങനെ കരഞ്ഞ് ചോദിച്ചാൽ പ്ലീസ് എങ്ങനെയും ഒന്ന് മെഡിക്കൽ കോളേജ് എത്തിച്ചേരണം, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു വാഹനവും കിട്ടുന്നില്ല, ഞങ്ങളൊന്ന് കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങളും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മാറി തന്ന് ഞങ്ങൾ ഇവനെ എടുത്തിട്ട് കയറ്റി എന്റെ മടിയിൽ ഞാൻ അവനെ തല വെച്ച് കിടത്തിയിട്ട് രത്നദാസ് ഒരു സൈഡിലും കാലൊക്കെ അവന്റെ മടിയിലാക്കി ഞങ്ങള് മുഖമൊക്കെ തുടച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ തലയൊക്കെ ഡ്രസ്സ് ചെയ്തതിന് പക്ഷെ ബോധമില്ല, ആൾക്ക് യാതൊരു ബോധമില്ല. ഞങ്ങളപ്പോ ഇങ്ങനെ പെടക്കാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ഞടിക്കുകയാണ്. കാരണം ഈ ബോധമില്ലാത്ത ഒരു ശരീരത്തിൽ നമ്മൾ പിടിച്ച് കൊണ്ടുവരികയല്ലേ, അന്നത്തെ പ്രായം അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ അടിച്ച്
പൊളിച്ച് ബസ് ഇങ്ങനെ മാക്സിമം സ്പീഡിൽ ഒരു സ്റ്റോപ്പിൽ നിർത്താതെ വരെ ആ ബസ് മുന്നോട്ട് പോയി. എന്നോട് പോയി ഇയാള് ഫുള്ളായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മേത്ത് തന്നെ ഛർദിക്കുന്നുണ്ട്. ഫുൾ ബ്ലഡാണ്. എന്റെ ശരീരമൊക്കെ ഫുൾ ബ്ലഡിലായി. ഒന്നിനും കാണാൻ കൊള്ളാത്തൊരു ശരീരം ഇതായിരുന്നു. ഇനി ഞാനൊരു ക്ലാസ്. അങ്ങനെ ഞങ്ങള് നേരെ മെഡിക്കൽ കോളേജ് എത്തി പിന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോവുക. ഇയാള് ഹോസ്പിറ്റലിന്റെ അകത്ത് വരെ ഈ ബസ് കയറ്റി തന്നു. കയറ്റി അങ്ങനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. അവിടുന്ന് ചികിത്സിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇറ്റ്സ് വെരി സീരിയസ് കണ്ടീഷനാണ്, എന്ത് സംഭവിക്കുന്ന അറിയില്ല, നമുക്ക് ശ്രമിക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയോ ഡോക്ടേഴ്സ് വന്ന് അവര് സാധാരണ ഒബ്സർവേഷനിൽ വെക്കാൻ പറയും. അപ്പം പിന്നെ അന്ന് ഇതേമാതിരി മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഫോണിലൂടെ പോപ്പമാഷ് സ്കൂളിൽ എന്തോ അറിയിച്ചു. അപ്പോ പിന്നെ ഉടനടി വരെ വീട്ടിൽ അറിയിക്കണം, അതിനോട് എന്നോട് ചെല്ലാൻ പറഞ്ഞ. അങ്ങനെ ഞാനും രത്നാസും കൂടി സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയി നമ്മളെ ആന്ത്രപ്രയറായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഞാനും ഞങ്ങളെ കൂടെ ഏതൊക്കെ ഒരു സ്കൂളിൽ ഒരു മാഷ വിടണമല്ലോ, അങ്ങനെ ഒരു മാഷ വിട്ട്. അപ്പത്തേ ഇവനെ ICU എത്തിച്ചിട്ടുണ്ട്. ഇവൻ ICU പോയി. പിന്നെ അതൊക്കെ അത്രയൊന്നും വലിയൊരു ICU ഒന്നും ഇല്ല, ഒരു പേരിനില്ല, ഒരു സാധനമേ ഉള്ളൂ. അതിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ എത്തി. ഞാനും നമ്മളെ ക്രാഫ്റ്റ് മാഷ് ജോസ് എന്ന് പറഞ്ഞ മാഷില്ലേ, തടിച്ചില്ല, സ്കൗട്ടിന്റെ മാഷ്. പുള്ളിന്റെ മകൻ നമ്മളെ കൂടെ പുള്ളിന്റെ മകൻ നമ്മളെ കൂടെ പഠിച്ചിട്ടുമുണ്ട്. ജോഗ്രഫി ഒക്കെ എടുക്കും പുള്ളി. പുള്ളിന്റെ മകൻ നമ്മളെ കൂടെ പഠിച്ചാണ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ജോസ് തന്നെ പേര്. അങ്ങനെ അയാളും ഞാനും രത്നദാസും കൂടി 6ാം ഗേറ്റിന്റെ അടുത്ത് 6th ഗേറ്റിന്റെ അടുത്താണ് ഈ ദിനേശിന്റെ വീട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോദിച്ച് അവിടെ വീട്ടിലെത്തി. നമ്മളെ പപ്പു പറഞ്ഞ ചോദിച്ച് ഇങ്ങനെ പോയി അവിടെ എത്തി. അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ച്. പിന്നെ അപ്പൊ വീട്ടിലെന്താ സ്ഥിതി വെച്ചാല്, ഇവന്റെ അച്ഛൻ മരിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇവൻ അവിടുന്ന് വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് വീട്ടുകാരുടെ പെർമിഷൻ എങ്ങനെയൊക്കെയോ വാങ്ങി എടുത്തിട്ടാണ് ഇവൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളാരും കയറി ഒന്നും പറയണ്ട പറഞ്ഞു. ഒന്നും പേടിച്ചത് വേണ്ട, ഞാനാണ് കൂടെ ഉണ്ടായത്. എന്റെ മടിയിൽ കിടന്നുകൊണ്ട് കുറച്ച് ഒരു ചോര. വീട്ടിൽ ആരുണ്ടായിരുന്നു? അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. വീട്ടിൽ വേറെ ആരുണ്ടായിരുന്നു? അമ്മമ്മ അങ്ങനെ ആരൊക്കെയോ സ്ത്രീകളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇവന്റെ അമ്മ അവിടെ വന്നില്ല. വന്നത് മുന്നിലേക്ക് വന്നത് വേറെ ആരോ ആയിരുന്നു. അങ്ങനെ അവരോട് ഞാൻ കഥ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇതായിട്ടുണ്ട്, ഒരു ചെറിയ ഒരു പരിക്കാണ്, വീണതാണ്, വേറെ ഒന്നും ആക്സിഡന്റ് ആയതൊന്നുമല്ല, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നാൽ മതി, നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാം, അവിടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജോസ് മാഷ് കേറിയിട്ട് ഇതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെയൊന്നുമല്ല, അവൻ പറയുന്ന മാതിരി ഒന്നും അല്ല. ഇറ്റ് ഈസ് വെരി സീരിയസ് ആയിട്ട് പ്രശ്നമാണ് പറഞ്ഞിട്ട് സംഗതി ഇയാളൊരു ഒറ്റയടിക്ക് അങ്ങ് പൊളിച്ചാൽ. ഇയാള് പൊടിച്ചത് എന്റെ അമ്മ അവിടുന്ന് ശരിക്കൊരു മരിച്ച വീട്ടിൽ നിന്ന് കരയുന്ന മാതിരിന്റെ ഒച്ചയും ബഹളവും നാട്ടുകാരൊക്കെ വന്ന് ആകെപ്പാടെ നമ്മളൊരു വല്ലാത്തൊരു ഇതിൽ കുടുങ്ങിപ്പോയി. അവിടുന്ന് പിന്നെ അവരെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഇറക്കി അവിടുന്ന് എന്തോ ഓട്ടോറിക്ഷ ടാക്സി എന്തോന്ന് കൊണ്ടുവന്ന്, അന്ന് ടാക്സി ഒക്കെ ഫോൺ ചെയ്തിട്ട് വരുമൊക്കെ വേണം. അങ്ങനെ നമ്മളെ മഞ്ഞയും കറുപ്പായിട്ട് ടാക്സി ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അതെല്ലാം വന്ന് അതിലെല്ലാം കൂടി ടാക്സിയോ ഓട്ടോറിക്ഷ എന്തിലും ആണ്, എന്തിലാന്ന് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. പതുക്കെ അവരെ ആ റൂമിന്റെ അകത്തേക്ക് ആക്കിയിട്ട് ഞാനൊക്കെ അങ്ങ് വിട്ട്. അങ്ങനെ ഇയാള് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു വർഷത്തിൽ മേലെ 1 or 2 വർഷം ട്രീറ്റ്മെന്റിലായിരുന്നു. ബോധമില്ല, പാരാലിറ്റിക് ആയി. ഒരു സൈഡ് കുറച്ച് നാവൊക്കെ ചില സംസാരിക്കുമ്പോ അങ്ങനെ കുഴഞ്ഞു പോകുന്ന ആ ഒരു സംസാരിക്കാൻ പറ്റാൻ. പക്ഷെ കുറച്ച് മെമ്മറി ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് മെമ്മറി കുറച്ച് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കണ്ണിന്റെ ഒക്കെ ആ പോയിന്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറി. പിന്നെ കയ്യും കാലും തിരിച്ചറിയുന്നുണ്ടാവില്ല അല്ലെ. പിന്നെ ഞാനൊക്കെ ഒരു പ്രാവശ്യം ഞാൻ 1 or 2 പ്രാവശ്യം പിന്നെ അന്നൊന്നും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാവും. ഉണ്ടാവും. നമ്മൾ അന്നൊന്നും ഇതിനെ പറ്റി വലിയൊരു സീരിയസ് നമുക്ക് ഇല്ല.
നമ്മള് ഒരു വല്ലാത്ത, ഇന്നിപ്പോ അത് ആലോചിക്കുമ്പോ ഭയങ്കര വല്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ അവന്റെ വീട്ടുകാര് നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്തു. എന്തോ അവന്റെ ഭാഗ്യവും കൂടി, അവന്റെ ഒരു ലക്ക് ഉണ്ടല്ലോ ഇതിലൊക്കെ, ആ ഒരു ലക്കും കൂടി അവൻ രക്ഷപ്പെട്ട് അവൻ വീണ്ടും റിക്കവർ സ്കൂളിൽ പിന്നെയും വന്ന് കംപ്ലീറ്റ് ചെയ്തു. 10th പാസ്സായി. പിന്നെ കോളേജിലും പോയോ എന്ന് സംശയമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം പോയി കാണും അല്ലേ? ഒന്നര മേലെ പോയിട്ടുണ്ട് തോന്നുന്നു. 2 കൊല്ലത്തോളം. സ്കൂളെല്ലാം തിരിച്ചു വരാൻ പറ്റി. തിരിച്ചു വരാൻ പറ്റി. അത് എനിക്ക് ഓനെ പിന്നെ കണ്ടിട്ട് ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഒക്കെ വലിയ സന്തോഷം കേട്ടോ. അവൻ തിരിച്ചു വന്നിട്ട് നടന്നു പോയിട്ട് എന്നെ വന്ന് കണ്ടിട്ടിനോട് മധുവോ മോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ അതൊരു വല്ലാത്ത ഇതാണ്. ഓനറിയില്ലല്ലോ നമ്മളൊന്നും കൊണ്ടുപോയത് നോർമലായി. നോർമൽ എന്ന് പറഞ്ഞാൽ എന്നാലും ഒരു ചെറിയ വഴുക്കൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പിന്നെ കണ്ട കണ്ണൂർ റോഡ് നമ്മളെ കൃഷ്ണകുളം അവിടെ വെച്ചിട്ട് കണ്ട് അങ്ങനെ സംസാരിച്ചപ്പോ ITCന്റെ എന്തോ ഒരു ഏജൻസിയിൽ പിന്നെ ഒരു ഏജൻസിയിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലി കണ്ടപ്പോ കുറെ കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പോ പിന്നെ അന്നത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സംസാരിച്ചു. പക്ഷെ അവനെ അന്ന് കണ്ടിട്ട് അങ്ങനെ ഒരു രൂപത്തിലോ നടന്ന് പോകുന്നത് കണ്ടപ്പോ ശരിക്കൊരു സന്തോഷം തോന്നി. കാരണം ഞാൻ വിചാരിച്ചില്ല അവൻ രക്ഷപ്പെട്ടിട്ട് 2ാം ജന്മല്ലേ ശരിക്കും. 2ാം ജന്മം അങ്ങനെ രക്ഷപ്പെട്ടു വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവന് ഒരുപാട് ട്രീറ്റ്മെന്റ് അവർ ചെയ്യേണ്ടി വന്നു. അവർക്ക് ആപ്പാടൊരു മകനല്ലേ, അത് എങ്ങനെ ആയി പോവുക എന്ന് പറയുമ്പോ അതല്ലാതെ ഇന്നിപ്പോ എങ്ങനെയാണ്, ഏതാണ്, എവിടെ ഉണ്ടെന്ന് ഒന്നും അറിയില്ല. അയാൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കേൾക്കുന്നു. അവൻ ചാൻസ് ഉണ്ടാകുമെന്നോ അറിയില്ല. ഉണ്ടാവട്ടെ. പഴയ ഓർമ്മകൾ നല്ല ഓർമ്മകൾ അല്ലെങ്കിലും പഴയ കഥകളൊന്ന് മെമ്മറൈസ് ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാൻ. അപ്പൊ അങ്ങനെ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ ഓരോ സ്ഥലത്ത് എങ്ങനെ പോയി എന്ത് പ്രസന്റ് ചെയ്യണം എന്നില്ല വകതിരി വന്നു നമുക്ക് ഉണ്ടായിരുന്നു. ആ മാഷ്കില്ലാതിനെക്കാട്ടും വകതിരിപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാ. ഞാനത് വളരെ രസമായിട്ട് എടുത്ത് പറഞ്ഞൊരു സാധനത്തിനെ മൂപ്പര് ഒരു മിനിറ്റോട്ട് എല്ലാം ഇതായി കഴിഞ്ഞു. ഞാനെന്നിട്ട് ഇയാളെ പിന്നെ മടങ്ങി വരുമ്പോ കുറെ ചീറ്റി പറഞ്ഞു, നിങ്ങൾ എന്ത് പിന്നെ മൂപ്പരായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഈ സ്കൗട്ടിനൊക്കെ പോയിട്ട് ഞാൻ അതിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനോട് പറയാ നല്ല മാഷാണ്, നല്ല രസമുള്ള ഒരു മാഷാണ് അയാള്. സ്നേഹമില്ല, നല്ലൊരു പിന്നെ എല്ലാവരോടും നല്ല റിലേഷൻ ഉള്ള ഒരാളാണ്. നല്ല ഹെൽപ്പിംഗ് ടൈപ്പ് ഒക്കെ ആളാണ്. അപ്പൊ അങ്ങനെ ഈ സ്കൂൾ ജീവിതത്തില് വല്ലാത്തൊരു ടച്ചിങ് ആയിട്ടില്ല. ഒരു ചെറിയ പ്രായത്തില് നമ്മളൊരു വലിയ ഒരു എമർജൻസി കാര്യത്തിൽ ഇടപെട്ട ഒരു സംഗതിയാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അതില് അപ്പൊ പോപ്പൻ മാഷ് വല്ലാണ്ട് ഡൗൺ ആയി ഇല്ലേ ഇൻസിഡന്റിൽ? പിന്നെ പുള്ളിയൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അവരൊക്കെ പോയി കാണാൻ പിടിച്ചോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. നമുക്കൊന്നും അന്ന് അത്ര വലിയ വകതിരിവില്ല. MBBS പഠിക്കുന്ന സെന്റ് ജോസഫ്സിലെ സ്റ്റുഡൻസ് ഉണ്ടാവും എപ്പോഴും. ഉണ്ടാവും. പഴയ അപ്പൊ മാഷ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും അവിടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ അവിടെ കിട്ടും. കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എവിടെ പോയാലും പിന്നെ ഫാദർ, കോഴിക്കോട് നമ്മളെ ഫാദറൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും വലിയൊരു പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ മറ്റേ ഇത്ര തിരക്കില്ലല്ലോ അന്ന്. മറ്റേ ഒരു ഇതൊക്കെ നല്ല എല്ലാ സ്ഥലത്തും ആള് വരുമെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം അവര് കൊടുക്കും. പക്ഷെ അവിടെ അന്ന് അവിടെ കൊണ്ടുപോകാൻ തോന്നിയത് നന്നായി അല്ലേ? പിന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ, ഓപ്ഷൻ ഇല്ലല്ലോ. വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അതൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മള് പോയത്. ഇന്നിപ്പോ മിനിറ്റ് കൊണ്ട് നിങ്ങളെ കൊണ്ടുപോയി ആംബുലൻസ് കൊണ്ടുപോകാനും വേറെ ആംബുലൻസിൽ തന്നെ ട്രീറ്റ്മെന്റ് നടത്താനും ഹെലികോപ്റ്ററിൽ വരെ കൊണ്ടുപോയിട്ട് ഇറക്കാനില്ലേ സൗകര്യമില്ല സ്ഥലമില്ലേ സംഗതികളല്ലേ. ഇന്ന് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതിന്റെ കാര്യമില്ല. അതൊന്നും ഇല്ലല്ലോ. അന്ന് ഈ ബസ് കാത്തുക്കന്നെ വേണ്ടേ, അല്ലെങ്കിൽ ജീപ്പൊക്കെ കിട്ടും. അന്ന് ജീപ്പ് എന്താ കിട്ടാഞ്ഞെന്ന് എനിക്കറിയില്ല. ഇല്ല, വയനാട്ടിൽ അന്ന് ജീപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ജീപ്പിന്റെ സ്റ്റാൻഡ് ഉണ്ട് ഓരോ സ്ഥലത്ത്. അതെ. ആ സ്ഥലത്തേക്ക് പക്ഷെ എന്നാലും ലിമിറ്റഡ് നമ്പർ ആണ്. അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സിമാരൊക്കെ വന്ന് കുറെ പെട്ടെന്ന് ഓടി പിടിച്ച് അതൊക്കെ ഡ്രസ് ചെയ്ത് വൃത്തിയാക്കിയിട്ടൊക്കെ തന്നു. ബസ്സിൽ അങ്ങനെ പോകുമ്പോ ഈ ബ്രെയിനിന് വന്നതാണല്ലോ, വൊമിറ്റ് ചെയ്യാതിരിക്കൂലോ. പക്ഷെ ബസ് അല്ലാണ്ട് പിന്നെ ഇതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ മാഷ ഫുൾ ഡൗൺ ആയിപ്പോയി.
അയാൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിരുന്ന എന്താ ചെയ്യണം, അയാൾ ഒന്നും ഇല്ല, തരിപ്പിൽ കുടുങ്ങി മിണ്ടാതായി പോയി. അയാൾ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അയാൾ ആകെ പാവം. പിന്നെ മനസ്സലിവുള്ള ആളാണല്ലോ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർക്ക് വേഗം ഇത് എഫക്റ്റ് ആവും. അയാൾ അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു അനുഭവം. പിന്നീട് അതിനെപ്പറ്റി എപ്പോഴെങ്കിലും മറ്റേ മാഷുമായിട്ട് സംസാരിച്ചിരുന്നോ? പിന്നീട് എപ്പോഴെങ്കിലും ഇതെല്ലാം കഴിഞ്ഞു ഒന്ന് ശരിയായപ്പോ? അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്ത് കച്ചറയൊക്കെ ഉണ്ടായാലും ഇയാൾ വടിയായിട്ട് വരുമല്ലോ, വലിയ വടിയാണല്ലോ, ചൂരല്ലാണ്ട് അടിക്ക് ഒരു കുറവില്ലല്ലോ. ഇയാൾ എങ്ങനെ അടിക്കാൻ ഇങ്ങനെ ഓങ്ങി വരികയാണെങ്കിൽ ആ അടി ഇങ്ങനെ വന്നിട്ട് എന്റെ ഷർട്ടിന്റെ അവിടെ വന്നാൽ നിൽക്കും. അയാൾക്ക് അടിക്കുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ, ചന്തിക്ക് എവിടെ വേണം അടിയല്ലേ. അപ്പൊ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഫുൾ ഫോഴ്സിൽ വരില്ല, തട്ടുള്ളൂ. എന്നിട്ട് അയാൾ വേറെ എല്ലാവരോട് പറയും, എനിക്ക് ഇവനെ തല്ലാൻ കഴിയില്ല, അവന്റെ മുഖം നോക്കിയാൽ ഇവൻ അന്ന് ചെയ്ത ആ ഒരു സംഗതികളില് എനിക്ക് ഇവനോട് ഭയങ്കര ഒരു ബഹുമാനാണ് എന്ന്. ധൈര്യമായിട്ട് അന്ന് അവര് സംഗതി ചെയ്തതാണ് ആ കുട്ടീന്റെ ആക്സിഡന്റില്. എന്നിട്ട് അയാൾ എന്നെ അടിക്കൂല, അയാൾ എന്നെ പറ്റിയിട്ട് എവിടെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് പിടിച്ചിട്ടേ പറയൂ, അങ്ങനെ അങ്ങോട്ട് പറയില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക്. പിന്നെ എപ്പോഴും നമ്മളെ എന്തോ ഒരു ഇതായിപ്പോയി, അതായത് നമ്മളോട് ഒരു എന്താ പറയണ്ടേ, നമ്മളെ കളി പ്രകാരം നോക്കിയാണ് നമ്മളെ എന്നും വെറുക്കണം. ആ വെറുപ്പ് അയാൾക്ക് ഉണ്ടായിട്ടില്ല. ആ വെറുപ്പിനൊരു ശരിക്കും ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു. നമ്മളെ ശപിക്കാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അയാളൊക്കെ ശപിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഓർമ്മയില്ലേ അയാൾക്ക് ഞാൻ പണ്ട് അയാൾക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയച്ചിരുന്നു. അയാൾക്ക് ഒരു ക്ലാസ് വലിയൊരു പ്രശ്നമായി പോയിരുന്നു, അത് ഓർമ്മ ഉണ്ടോ? അറിയില്ല, അറിയുന്നുണ്ടാവും. പിന്നെന്താണ്, an apple keeps a doctor away എന്ന് പറഞ്ഞിട്ട് എന്തൊരു കീപ്സ് എ ഡോക്ടർ എന്നിട്ട് ഇല്ലൊരു കാർഡില് എന്തോ സെക്സി ആയിട്ട് ഇല്ലൊരു ഫോട്ടോ ആയിരുന്നത്. ഒരു പെണ്ണിങ്ങനെ ആപ്പിൾ കൊടുക്കുകയോ എന്തൊരു സാധനം ഞാൻ ഇയാൾക്ക് അയച്ച്, ന്യൂ ഇയറിനൊറ്റ അയച്ച്. അങ്ങനെ എല്ലാരും നല്ലത് അയക്കുന്ന കൂട്ടത്തിൽ ഞാനിതൊന്നും അയച്ചു, വേണ്ടാത്തൊരു പണി ഉണ്ടാകാൻ അയച്ചിട്ട് ഇത് ഇയാള് ക്ലാസ് കൊണ്ടിട്ട് ഇതാരാണ് അയച്ചത് ഇല്ല, പേരിടാൻ പറ്റില്ലല്ലോ. എന്തോ പാവാടി എടുത്ത് നിൽക്കുന്ന ചെറിയൊരു അന്നാകെ വലിയ ഇതാണ്. പിന്നെ ഇന്നിപ്പോ എന്ത് വൃത്തിയോട് അയക്കും, അന്നതല്ലല്ലോ. ഇത് സാധനം ക്ലാസ് ആരയച്ചു എന്നിട്ട് ഇങ്ങനെ നടക്കുക. അവസാനം ഞാൻ പറഞ്ഞു, എണീച്ച് നിന്നിട്ട് പറഞ്ഞു ഞാൻ അയച്ചത്. അപ്പൊ ഇയാള് ശരി, പിന്നെ ഇയാൾക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എന്റെ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അയാൾ അതിനെ പറ്റിയിട്ട് പിന്നെ എന്തൊക്കെയോ ഒരു അരമണിക്കൂർ ആ വേർഡിനെ പറ്റിയിട്ടില്ല ക്ലാസ് എല്ലാവർക്കും എടുത്ത്. ഇതിൽ വേറെ ഉണ്ടായിട്ടല്ല, ഞാൻ എന്താന്നില്ല ചോദിച്ചതാണ്, പക്ഷെ അതിന്റെ പിക്ചർ ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എല്ലാവർക്കും കൊടുത്ത് ഇനിയും എന്തൊക്കെയോ ഉപദേശിച്ചിട്ട് പോയാ അതൊന്നും ഇപ്പോ മെമ്മറിയിൽ വരുന്നില്ല. അങ്ങനെ ഒരു തമാശയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ അനുഭവങ്ങളിലൂടെ പോയ ഒരു കാലഘട്ടമായിരുന്നു നമ്മളെ സെന്റ് ജോസഫ്. അത് എന്നും നമ്മളെ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ നമ്മളെ സമയം അവസാനിച്ച് ഇങ്ങനെ പറഞ്ഞു സമയം അവസാനിച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതെന്തായാലും ഒരു ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെ? സെന്റ് ജോസഫ് എന്ന് പറയുന്നത് ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിൽ ഭയങ്കര ഒരു ഇത് തന്ന ഒരു സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം സാധനമാണ്.